ഇടുക്കി ഇടമലക്കുടിയിൽ വീണ്ടും രോഗിയുമായി ദുരിതയാത്ര. മഞ്ചൽ കെട്ടി അതിൽ കിടത്തി രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചു. വളയമ്പാറക്കുടിയിലെ 55-കാരിയായ പൂമണിയെയാണ് സൊസൈറ്റിക്കുടിയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ ദിവസം വയോധികനെ മാങ്കുളം ആനക്കുളത്തും ചുമന്നെത്തിച്ചിരുന്നു. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുണ്ട്. സിബി, ഇടുക്കി ഇടമലക്കുടിയിൽ വീണ്ടും രോഗിയുമായി ദുരിതയാത്ര. മഞ്ചൽ കെട്ടി അതിൽ കിടത്തി രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വയോധികനെ മാങ്കുളം ആനക്കുളത്തും ഇതുപോലെ ചുമന്നെത്തിച്ചിരുന്നു അല്ലെ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഈ ഇടുക്കി ഇടമലക്കുടി എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ആദ്യ ആദിവാസി അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിന്റെ ഒരു വില്ലേജ് കൂടിയാണ്. അവിടെ റോഡ് സൗകര്യങ്ങൾ, പാലം സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിൽ രോഗബാധ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നാട്ടിലേക്ക് ചികിത്സ കൊണ്ടുവരണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ദുരിതപൂർണമായ ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മഞ്ചൽ കെട്ടി ഒരു രോഗിയെ കൊണ്ടുവന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ദൃശ്യമാണ്. അതായത് ഈ ഒരു ആഴ്ചക്കിടെ രണ്ടാമത്തെ രോഗിയാണ് ഇത്തരത്തിൽ ഇടമലക്കുടിയിൽ നിന്നും മഞ്ചൽ കെട്ടി അതിർത്തി കിടത്തി ഇത്തരത്തിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അത് വളയമ്പാറ കുടിയിൽ നിന്നും 55-കാരിയായ പൂമണിയെയാണ് ഇപ്പോൾ സൊസൈറ്റി കുടിയിൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വയോധികനെ മാങ്കുളം ആനകുളത്തു നിന്നും ചുമന്നെത്തിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. വളരെ കാലമായി ഈ ഇടമലക്കുടിയിലേക്ക് ഇത്തരത്തിൽ റോഡുകൾ അതോടൊപ്പം തന്നെ പാലങ്ങൾ വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം തന്നെയും പ്രത്യേകിച്ച് അവിടെയൊക്കെ നിർമ്മാണ പ്രവൃത്തികൾ ഏറെ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ചൊക്കെ അവിടെ വനപ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ വളരെ വലിയ ബുദ്ധിമുട്ടാണ് റോഡ് നിർമ്മിക്കാനും പാലം നിർമ്മിക്കാനൊക്കെ. എന്തായാലും ഇതിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടെല്ലാം തന്നെയും അവിടെ ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് എന്നും അവിടെ ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നിട്ട് വരാറുണ്ട്. മാത്രമല്ല ഒരു വലിയൊരു ശക്തമായ മഴ ഉണ്ടായാൽ തന്നെയും ആ ഒരു ഇടമലക്കുടി ഗ്രാമം തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും പലതവണയായി വാർത്തകൾ പുറത്തുവരാറുണ്ട്. എന്തായാലും വളരെ ശോചനീയമായ അവസ്ഥയാണ് ഈ ഇടമലക്കുടിയിലെ ആളുകളുടെ ഒരു ജീവിതാവസ്ഥ. ആ ജീവിതാവസ്ഥ കൃത്യമായി കാണിച്ചു തരുന്നതാണ് ഈ ഒരു സംഭവങ്ങൾ. എന്തായാലും അവിടെ പ്രത്യേകമായ ഒരു പാക്കേജ് തന്നെ കൊടുത്തുകൊണ്ട് തന്നെ അവിടെ റോഡുകളും പാലങ്ങളും വേണമെന്ന ആവശ്യം ഇപ്പോൾ വീണ്ടും ഉയരുകയും അതിന്റെ പ്രകാരം ഇതിനെയും തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഇടമലക്കുടിയിലെ ഓരോ ആളുകളും കഴിയുന്നത്.